എത്ര പെട്ടെന്നാ ഈ ദിവസങ്ങളും മാസങ്ങളും എല്ലാം കടന്നു പോണേ. 2 മാസത്തെ സമ്മർ വെക്കേഷനും കഴിഞ്ഞു. ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസവും കഴിയാറായി. എവിടേക്കാണാവോ ഇത്രയും തിരക്ക് പിടിച്ചിട്ടുള്ള യാത്ര എന്നാണ് എന്റെ ഒരു സംശയം. അതെന്തോ ആയിക്കോട്ടെ, സമയം വരും പോവും. അതിന്റെ ഇടയിലുള്ള സമയത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു തീർക്കുക. അല്ലാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പൊ പറഞ്ഞു വന്നത്, സ്കൂളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഇനി ടൈമിങ്ങിനും പ്ലാനിങ്ങിനും പോയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ടീച്ചർമാര് ഹോംവർക്കും അസൈൻമെന്റ് ഒക്കെ തന്നിട്ട് ഈ ഒരു ദിവസം സബ്മിറ്റ് ചെയ്യാൻ പറയും. ഞാനാണെങ്കിൽ ആ ഡേറ്റ് മറന്നു. അല്ലാതെ എനിക്ക് ചെയ്യാൻ അറിയാനിട്ട് ചെയ്യാത്തതൊന്നും അല്ല, ഡേറ്റ് മറന്നതാണ് സംഭവം. എന്നെ പോലെ ഈ ഒരു മറവി കൂടപ്പിറപ്പായിട്ട് കൊണ്ട് നടക്കുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു ക്രാഫ്റ്റ് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഡെയിലി പ്ലാനർ ആണ്. ഇത് വെറും ഒരു ഡെയിലി പ്ലാനർ ഒന്നുമല്ല, ഇതിന് പറയുന്ന പേരാണ് ഡ്രൈ എറേസ് ബോർഡ്. പേരിന്റെ അത്ര വലിയ കനമൊന്നുമില്ല, ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഇതൊരു ഡ്രൈ എറേസ് ബോർഡ് ആവണത് ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പൊ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് മേലെയായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. വെള്ളം തൊട്ടാൽ മായ്ക്കാൻ പറ്റുന്ന ഏത് സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതിന്റെ മേലെ എഴുതാൻ പറ്റും. അതായത് നമ്മുടെ നോർമൽ സ്കെച്ച് പെൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഓക്കെ, ബൈ.